നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. ഇപ്പം ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. തല നിറച്ചും പേനിന്റെ മുട്ടകളും അതുപോലെ തല നിറച്ച് പേനൊക്കെ ആയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ തലയിൽ ആ ഒരു അവസ്ഥ ആയിക്കോട്ടെ, ആ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും തലയിൽ ഒരു പേൻ ചീപ്പ് വെച്ചിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു 4 ദിവസം നിങ്ങളൊന്ന് ചീകി നോക്ക്. നിങ്ങളുടെ ആ ഒരു പേനൊക്കെ തന്നെ പോകാനായിട്ട് തുടങ്ങും. നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. ഇപ്പം ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. തല നിറച്ചും പേനിന്റെ മുട്ടകളും അതുപോലെ തല നിറച്ച് പേനൊക്കെ ആയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ തലയിൽ ആ ഒരു അവസ്ഥ ആയിക്കോട്ടെ, ആ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും തലയിൽ ഒരു പേൻ ചീപ്പ് വെച്ചിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു 4 ദിവസം നിങ്ങളൊന്ന് ചീകി നോക്ക്. നിങ്ങളുടെ ആ ഒരു പേനൊക്കെ തന്നെ പോകാനായിട്ട് തുടങ്ങും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ദാണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, മെഡിലൈസ്, ഇതിൻ്റെ ഒരു റിവ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% പേൻ നശിച്ചു പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. കാരണം ഇത് ഒരുപാടായിട്ട് ഉപയോഗിച്ചിട്ട് തന്നെ ഇപ്പം വരുന്ന പേനുകളൊക്കെ, അതായത് ആരുടെയെങ്കിലും ഒക്കെ തലയിൽ ഇരുന്നിട്ട് അത് വീണ്ടും 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 പെറ്റുവരികയാണല്ലോ ഈ ഒരു പേനൊക്കെ നമ്മുടെ തലയിൽ എത്തുന്നത്. അപ്പം ഇതിപ്പോൾ തന്നെ ഏകദേശം ഈ ഒരു മെഡിസിനുമായിട്ട് റെസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻ്റ് ആയ ഈ ഒരു പേന് ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തലയിൽ മയങ്ങിയിരിക്കും. പിന്നെ നമ്മൾ അതിനെ നല്ല രീതിയിൽ പേൻ ചീപ്പ് വെച്ചിട്ട് ചീവി എടുത്ത് കളയുകയാണ് ചെയ്യുക. ഓക്കെ, അതൊരു സൊല്യൂഷനാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മെഡിസിൻ ഒന്നും തലയിൽ ഉപയോഗിക്കാൻ വയ്യ, നിങ്ങൾക്ക് ഇതുപോലെ പേടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഡെയിലി പേനിൻ്റെ തന്നെ ചീപ്പ് ഉപയോഗിച്ചിട്ട് കോംബ് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി കോംബ് ചെയ്യുക. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ പേരൻസ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യം ഉറപ്പായിട്ടും ഡെയിലി കുഞ്ഞുങ്ങളുടെ തലയിൽ പേൻ ചീപ്പ് വെച്ചിട്ട് കോംബ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ നമ്മുടെ കുട്ടികളുടെ തലയിൽ ചിലപ്പം പേനൊന്നും കാണില്ല. പക്ഷേ ആ കൂട്ടത്തിൽ വരുന്ന മറ്റു കുട്ടികളുണ്ടല്ലോ, അവരുടെ തലയിൽ പേൻ കാണാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മറ്റൊരു തലയിലേക്ക് പകരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പം വൈകുന്നേരം വരുന്ന കുട്ടിയുടെ തലയിൽ പേനുണ്ട്, നമ്മളിത് അറിയുന്നില്ല എങ്കിൽ ഇത് 100 കണക്കിന് മുട്ട നമ്മുടെ കുഞ്ഞിൻ്റെ തലയിൽ ഇടുകയും നമ്മുടെ കുഞ്ഞിൻ്റെ തലയിൽ പെട്ടെന്ന് തന്നെ പേൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് നമ്മൾ കോംബ് ചെയ്യുന്നത്. അല്ല എങ്കിൽ കുഞ്ഞുങ്ങൾ തല ചൊറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് കോംബ് ചെയ്യുക. എനിക്കിതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ പേൻ വന്നിട്ട് ഞാനും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നൊരു ഇതായിട്ട് നിന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ട് ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്താണ് ഈ മെഡിസിൻ. അത് കുറേ നാൾ മുന്നേ ആണ്. ഇപ്പോൾ ചിലപ്പോൾ ഡോക്ടർമാർ വേറെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പണ്ട് കാലത്ത് അമ്മമാർ ചെയ്തിരുന്ന ഒരു രീതി വെച്ചിട്ട് നമുക്ക് ചീവി, അതായത് പേൻ ചീപ്പ് വെച്ച് തലയിൽ നല്ല രീതിയിൽ ചീവിയിട്ട് നമുക്ക് പേനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്തിൽ ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തലയിൽ നല്ല രീതിയിൽ എണ്ണ തേക്കുക. ഹെയറിൽ ഓയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ചീകിയിട്ട് ഈ ഒരു പേനെ റിമൂവ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ ചെറുതായിട്ട് നനവുള്ള മുടി നമ്മൾ നല്ലതായിട്ട് ചീവി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേന് നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലല്ല പെയിൻ ചെയ്യുവേണ്ടത്, നമ്മൾ ഡെയിലി പെയിൻ ചെയ്യുക. തലയിൽ പെയിൻ വന്നു എങ്കിൽ ഡെയിലി പെയിൻ ചെയ്യുക. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം കൂടി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ 3 ദിവസം കൂടി ഇരിക്കുമ്പോഴോ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. ഇപ്പം ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. തല നിറച്ചും പേനിന്റെ മുട്ടകളും അതുപോലെ തല നിറച്ച് പേനൊക്കെ ആയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ തലയിൽ ആ ഒരു അവസ്ഥ ആയിക്കോട്ടെ, ആ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും തലയിൽ ഒരു പേൻ ചീപ്പ് വെച്ചിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു 4 ദിവസം നിങ്ങളൊന്ന് ചീകി നോക്ക്. നിങ്ങളുടെ ആ ഒരു പേനൊക്കെ തന്നെ പോകാനായിട്ട് തുടങ്ങും. ഒരു ദിവസം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ വലിയ പേനുകളെ ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ചെയ്യുമ്പോൾ തലയിലുള്ള ആ ഒരു മുട്ടയുണ്ടല്ലോ, ഓൾറെഡി പേൻ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ജീവനുള്ള മുട്ടകൾ വിരിഞ്ഞിട്ട് ചെറിയ കുഞ്ഞു പേനുകളായിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അതിനെ ചീകി കഴിഞ്ഞാൽ അതും റിമൂവ് ആയി പോകും. ഈ ഒരു പെയിൻ കണ്ടിട്ട് ശരിക്കും ഭയന്നു പോയിട്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു പെയിൻ ചീവിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ തല നിറച്ചും പെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തലയിൽ ചെറിയ മുറിവുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു തല ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവരുടെ തലയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്.
ചെയ്യേണ്ടത്. പേൻ ചീപ്പ് ഉപയോഗിച്ചിട്ട് ചീവി എടുത്ത് കൊല്ലുന്ന പ്രക്രിയയാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾ ഡെയിലി പേനിനെ കൊന്നു തീർക്കാനായിട്ട്, അതായത് തലയിൽ ഡയറക്റ്റ് നമ്മൾ നോക്കിയിട്ട് പേനെ കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അത്ര കണ്ട് സക്സസ് അല്ല. കാരണം നമുക്ക് എത്ര പേനെ അങ്ങനെ നോക്കിയെടുത്ത് കൊല്ലാനായിട്ട് സാധിക്കും? അത് അത്രയ്ക്ക് നല്ല ഒരു മാർഗമല്ല. പക്ഷെ എന്നിരുന്നാലും അതും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഈ ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് ചീവി എടുത്ത് കളയുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ 10 മിനിറ്റ് തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ ചീകണം. അതുപോലെ തന്നെ നമ്മൾ ഒരു 7 ദിവസം കഴിയുമ്പം ആ തലയിലുള്ള ആ ഒരു മുട്ടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വിരിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചീകിയിട്ട് പേൻ കളയാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു നിങ്ങളുടെ തലയിലത്തെ പേനുകളെ ഓൾമോസ്റ്റ് നിങ്ങൾ കൊന്നു, അതിനുശേഷം വീണ്ടും പിറ്റേ ദിവസം നിങ്ങൾക്ക് തല ചൊറിച്ചിൽ അനുഭവപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ടും പേൻ ചീപ്പ് വെച്ച് ചീവുക. ഓക്കെ, അതിനുശേഷം അതിന് പിറ്റേ ദിവസവും ചീവുക. അങ്ങനെ കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ഒരാഴ്ച ആ ഒരു രീതി തുടരുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തലയിലെ പേനിന്റെ ഒരു 99% നമുക്ക് കൊന്നു കളയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.